ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോകണം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുമ്പളങ്ങ താളിപ്പാട്ടോ. കുമ്പളങ്ങ താളിച്ചിട്ട് പിന്നെ അതിൽ ലേശം തേങ്ങ അരച്ച് വെച്ചു, ചക്കത്തേങ്ങ കേട്ടോ, ഒരു തക്കാളി 2 പച്ചമുളകൊക്കെ ഇട്ട്. അതാണ് ഇപ്പം ഇന്നത്തെ കൂട്ടാൻ. പിന്നെ എന്താ പറയുക, കടൽക്കണ്ണം വറുത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ. അപ്പോൾ അത് മതി. വേനൽക്കാലത്തൊക്കെ മുളകും എരിയൊക്കെ ഇന്നത്തെ മീൻകറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കൂട്ടുമ്പോഴൊക്കെ വയറ് നീറും. ഈ മാതിരി കാലമല്ലേ, വേനൽക്കാലമല്ലേ. അപ്പോൾ അതാട്ടോ ഇതൊക്കെ കറിയുന്നത്. അതുങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാക്കി നോക്കി. അതുകൊണ്ട് പിന്നെ എന്താ കുക്കറിലിട്ട് വേവിച്ചിട്ടോ 2-3 വിസിലാണ്ട് അടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ നല്ല ഇപ്പോൾ കുറച്ച് സാധാ നമ്മളോട് ഉണ്ടായ കുമ്പളങ്ങ കേട്ടോ. അപ്പോൾ അത് ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നത് അവരും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി നിങ്ങൾ. അപ്പം നല്ല രസമായിട്ടത് കണ്ടോ, വേണ്ട നല്ല രസം, നല്ല രസമാണ് കേട്ടോ ഈ കുമ്പളങ്ങ താളിപ്പും പിന്നെ മീൻ വറുത്തതും ഇതാട്ടോ. കടൽക്കണ്ണം വറുത്തതാട്ടോ. അപ്പം ഞാൻ അതിൻ്റെ മേലൊരു അതിലാദ്യം ഞാൻ മീൻ വറുക്കുമ്പോൾ ഞാൻ എണ്ണയിൽ ലേശം കരിവേപ്പിൻ്റെലൊക്കെ ഇടും കേട്ടോ. അപ്പം എന്നിട്ടാണ് ഞാൻ മീൻ വറുക്കുക. ഇതുണ്ടോ. പിന്നെ അരച്ചിട്ടും കൂട്ടും, കുരുമുളകും പെരുംജീരകവും ഒക്കെ കേട്ടോ. അപ്പം ഇതാ കടൽക്കണ്ണം വറുത്തതും ഇതാ പിന്നെ കുമ്പളങ്ങ താളിപ്പും. അപ്പം അപ്പുറത്തെ ഇവിടുന്ന് തന്നാട്ടോ ഒരു കഷ്ണം. അപ്പം നല്ല അവരോട് നാടൻ ഉണ്ടായതാട്ടോ. നല്ല രസമാണ് ഇത്. കുട്ടി ചോറിനത് മതി. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ചോറ് നോക്കിയപ്പോൾ നല്ല രസമായിട്ടോ ഇത്. അപ്പം എല്ലാവരും ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പം ഇത്ര തന്നെ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വരണ്ട്. അതുവരേക്കും അസ്സലാമലൈക്കും. പിന്നെ അതാ ചോറ് തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ ഇത്ര തന്നെ ഉള്ളൂ.